Hi friends, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്സന്റെ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത എപ്സൺ L6190 പ്രിന്റർ ADF യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത്. ADF വഴി സ്കാൻ ചെയ്യുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ADF വഴി ഒരു പ്രിന്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത്. അതിപ്പോൾ അതിന് മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറയുന്നു. കൂടെയുള്ള ബെൽ ബട്ടൺ നിൽക്കുകയാണ്. എന്റെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫോൺ ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് എപ്സന്റെ L6190 എന്ന പ്രിന്റർ. ഇത് നോർമൽ സ്കാനർ, എല്ലാവർക്കും അറിയാം നോർമൽ സ്കാനർ. സാധാരണ ഇതാണ് എല്ലാ പ്രിന്ററുകൾക്കും വരിക. ADF ഫീച്ചറുള്ള പ്രിന്റർക്ക് അതേപോലെ മേലെ എക്സ്ട്രാ ഒരു ട്രാമ്പാട് വരും. അതിലാണ് നമ്മൾ ഷീറ്റ് പേപ്പർ വെച്ചെടുക്കേണ്ടത്. നമുക്ക് ഏത് മാറ്ററാണോ പ്രിന്റ് സ്കാൻ ചെയ്യാനുള്ളത് ഫോട്ടോസ്റ്റാറ്റിൽ ആ മാറ്റർ മുകളിൽ വെച്ചെടുക്കേണ്ട രീതിയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത്. ശ്രദ്ധിച്ചു നോക്കുക. അതേപോലെ ജസ്റ്റ് ഒന്ന് ഇൻസർട്ട് ചെയ്ത് വെക്കുക. കറക്റ്റ് ലോഡിങ്ങിൽ ഇൻസേർട്ട് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ ചെറിയൊരു സൗണ്ട്, പ്രിൻ്ററിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു സൗണ്ട് കേൾക്കും. അപ്പോൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാം അത് മുകളിലുള്ള ADF സെൻസർ എനേബിൾ ആയി എന്ന് മനസ്സിലാവാം. ഓക്കെ, പേപ്പർ വെക്കുമ്പോൾ നല്ല ഗുഡ് പേപ്പർ തന്നെ വെച്ചെടുക്കണം കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ആ പേപ്പറോട് വെച്ചെടുത്തു. ഇതാ കറക്റ്റ് പൊസിഷനിൽ കണ്ടില്ലേ, ഇതേപോലെ വെച്ചെടുക്കുക. ഇനി നമുക്ക് ജസ്റ്റ് ഒരു കോപ്പി എടുക്കാം. ജസ്റ്റ് കോപ്പി എടുക്കുന്ന സമയത്ത് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, പേപ്പർ ഉള്ളിലോട്ട് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് പേപ്പർ ഉള്ളിലോട്ട് പിക്ക് ചെയ്തത്. സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം താഴെ നമ്മൾ പ്രിന്റ് ചെയ്ത ഫോട്ടോസ്റ്റാറ്റാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണിപ്പോൾ താഴെ വരുന്ന കണ്ടില്ലേ, അതിൻ്റെ കോപ്പിയാണ് താഴെ വന്നത്. ഫോട്ടോസ്റ്റാറ്റ് അല്ലെങ്കിൽ Xerox എന്നൊക്കെ നമ്മൾ പറയും. ഇങ്ങനെയാണ് ആ പ്രോസസ്സിങ് നടക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നെക്സ്റ്റ് പ്രോസസ്സിങ് പ്രിന്ററിൽ ചെയ്യാൻ പാടുള്ളൂ. അറ്റ്ലീസ്റ്റ് പ്രിന്റർ ഓഫ് ചെയ്യാനെങ്കിലും പാടുള്ളൂ. അപ്പോൾ അത് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതങ്ങനെ ലോഡിംഗ് ആയിട്ട് കംപ്ലീറ്റഡ് എന്ന് കാണിക്കും, മെസ്സേജ് കാണിക്കും ഡിസ്പ്ലേയിൽ. ഓക്കെ, ഇതുണ്ടോ കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ഇതേപോലെ യൂസ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ നമ്പർ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി. ഞാൻ അതിന് സപ്പോർട്ട് തരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.